ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് ഒരു ഫോളോ അപ്പ് വ്ളോഗാണ്. 2 ആഴ്ചയ്ക്ക് മുമ്പ് നമ്മൾ കോട്ടയത്തുള്ളൊരു വില്ല പ്രോജക്റ്റിൻ്റെ വ്ളോഗ് ചെയ്തിരുന്നു. KCC ഹോംസിൻ്റെ ബൊഗെയിൻ വില്ലാസ് എന്ന് പറഞ്ഞ വില്ല പ്രോജക്റ്റിൻ്റെ വ്ളോഗാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കോട്ടയത്ത് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു വില്ല പ്രോജക്റ്റിൻ്റെ ഒരു വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു റെസ്പോൺസ് ഉണ്ടായിരുന്നു ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ചും. അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ബുക്കിങ്സ് ഈ ഒരു 2 ആഴ്ച കൊണ്ട് കയറി. അപ്പോൾ അതിൽ പലരും പറഞ്ഞൊരു കമൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മോക്ക് വില്ല നമ്മളവിടെ ചെയ്തിട്ടുണ്ട് സൈറ്റിൽ. നല്ല ഭംഗിയുള്ളൊരു മോക്ക് വില്ലയാണ്. അതൊരു 6.6 സെൻസിൽ 2457 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു മോക്ക് വില്ലയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വാക്ക് ത്രൂ ചെയ്യുകയാണെങ്കിൽ കുറേയും കൂടെ കസ്റ്റമേഴ്സിന് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് പലരും എടുത്തവർ നമ്മുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത വ്ളോഗ് എന്ന് പറയുന്നത് അവരുടെ ഒരു പ്രൊഫൈലും അതുപോലെ ഈ ബൊഗെയിൻ വില്ല എന്ന് പറഞ്ഞ പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽസും ഇതിൻ്റെ ഓണറായിട്ടുള്ള വക്കച്ചൻ സാർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഒരു ലിങ്ക് നമ്മുടെ ഈ ഒരു വ്ളോഗിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ അത് കാണാത്തവർ ഒന്ന് എന്തായാലും അത് കാണുക. കാരണം ആ ഒരു ബിൽഡർ എന്താണ്, ഒത്തിരി വർഷത്തെ പാരമ്പര്യമുള്ളൊരു ബിൽഡറാണ് KCC ഹോംസ് എന്ന് പറഞ്ഞ്. വളരെ നല്ല രീതിയിൽ വളരെ നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ് അവർ ഡെലിവറി ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പ്രോജക്റ്റ് നമ്മുടെ വ്ളോഗിലേക്ക് കൊണ്ടുവരാനൊക്കെ ഉണ്ടായ ഒരു സാഹചര്യം. അപ്പോൾ പല ആളുകളും നമ്മുടെ അടുത്ത് വന്നപ്പോഴും സൈറ്റ് വിസിറ്റിന് വന്നപ്പോഴേക്കും ഇങ്ങനെ ഒരു കമൻറ്റ് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു മോക്ക് വില്ലയുടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വാക്ക് ത്രൂ കാണിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും ഈ ഒരു വ്ളോഗ് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാര്യങ്ങൾ ചുരുക്കി പറയാം. ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കോട്ടയം ഏറ്റുമാനൂർ റോഡിൽ സംക്രാന്തി ജംഗ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ ആയിട്ടാണ് വരുന്നത്. വളരെ നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് നമ്മുടെ ഈ ബൊഗെയിൻ വില്ല എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ഇരിക്കുന്നത്. 1 ഏക്കർ 75 സെൻറ്റിൽ 19 വില്ലകളെ വരുന്നുള്ളൂ. മിനിമം 6 സെൻറ്റ് തൊട്ട് ലാൻഡ് ഉണ്ട് അവിടെ. 6 സെൻറ്റ് 7 സെൻറ്റ് ആ രീതിയിലാണ് അവിടെ ലാൻഡ് വരുന്നത്. മിനിമം 6 സെൻറ്റ് അവർ അഷ്യൂർ ചെയ്യുന്നുണ്ട്. പിന്നെ സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ നമുക്ക് 2230 സ്ക്വയർ ഫീറ്റ് തൊട്ട് 2900 സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീടുകൾ അവൈലബിൾ ആണ്. ഈ ഒരു സ്റ്റേജിലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പ്ലാനൊക്കെ എന്തെങ്കിലും കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാനുള്ളൊരു ഓപ്ഷനൊക്കെ ഉണ്ട്. നല്ല ഉയർന്ന ലാൻഡാണ്, ഒറിജിനൽ ലാൻഡാണ്. അതുപോലെ തന്നെ ഫ്ലഡ് എഫക്റ്റഡ് അല്ല, എല്ലാ ലീഗൽ ഭാഗങ്ങളും ക്ലിയർ ആണ്, റെറ അപ്രൂവ്ഡ് ആണ്. ഇതൊക്കെയാണ് ആ ഒരു പ്രോജക്റ്റ് നമ്മൾ എടുക്കാൻ ഉണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു പ്രോജക്റ്റിൻ്റെ ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി ഹോസ്പിറ്റൽസ്, അതായത് കാരിത്താസ്, മാതാ, പിന്നെ നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജ്, ഇതെല്ലാം നമുക്കൊരു 3 കിലോമീറ്ററിൽ എത്തിച്ചേരാനായിട്ട് പറ്റും. ഒത്തിരി നല്ല റെസ്റ്റോറൻറ്റ്സ് ഇതിൻ്റെ ചുറ്റുമുണ്ട്. പിന്നെ ഒരുപാട് ആരാധനാലയങ്ങൾ ഇതിൻ്റെ ചുറ്റുമുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ ഇരിക്കുന്ന, വളരെ ക്വയറ്റ് ആൻഡ് കാമായിട്ട് വളരെ സെറീൻ ലൊക്കേഷനിൽ ഇരിക്കുന്ന ഒരു പ്രോജക്റ്റാണ് ബൊഗെയിൻ വില്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വില്ല പ്രോജക്റ്റ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആ ഒരു വ്ളോഗ് ഇട്ടപ്പം നമ്മൾ അവരോട് റിക്വസ്റ്റ് ചെയ്തതിൻ്റെ ബേസിൽ നമുക്ക് നല്ലൊരു ഓഫർ ആ ബിൽഡർ തന്നിരുന്നു. ശരിക്കും അവരുടെ ലോഞ്ചിങ് പ്രൈസ് 4500 ആയിരുന്നു. അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും വേണ്ടിയിട്ട് 4350 രൂപയ്ക്കാണ് ഈ വീടും ലാൻഡും അടക്കം നമുക്ക് കിട്ടുന്നത്. അതായത് ശരിക്കും പറഞ്ഞ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റിൽ ഇത്ര ഭംഗിയുള്ളൊരു വില്ലയാണ് നമുക്ക് കിട്ടുന്നത്. ഇതിലേക്ക് അമ്യൂണിറ്റീസിലേക്ക് വരാണെങ്കിൽ എല്ലാ മേജർ അമ്യൂണിറ്റീസും ക്ലബ് ഹൗസും കാര്യങ്ങളെല്ലാം അതിൽ വരുന്നുണ്ട്. ഞാൻ കണ്ട ഇതിൻ്റെ ഏറ്റവും വലിയൊരു അമ്യൂണിറ്റി എന്ന് പറയുന്നത് ഇവിടുത്തെ ഗ്രൗണ്ട് വാട്ടർ അവൈലബിലിറ്റിയാണ്. വലിയൊരു കിണറുണ്ട് ഈ ഒരു പ്രോജക്റ്റിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്യൂച്ചറിലേക്ക് അത്രയും നല്ല വെള്ളത്തിൻ്റെ ഒരു ഇത് നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഒരു പ്രോജക്റ്റ് എടുക്കുമ്പോൾ എപ്പോഴും നോക്കുന്ന മേജർ അമ്യൂണിറ്റി എന്ന് പറയുന്നത്. പിന്നെ 6 മീറ്റർ ആയിട്ടുള്ള വൈഡ് റോഡുകൾ വരുന്നുണ്ട്. അപ്പോൾ അമ്യൂണിറ്റീസും കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു പാർട്ടിലേക്കൊന്നും അധികം കടക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒന്ന്, നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഈ ഒരു മോക്ക് വില്ലയുടെ വാക്ക് ത്രൂ നമ്മൾ കാണിക്കുന്നുണ്ട്. ഈ മോക്ക് വില്ല നമുക്ക് സെയിലായതാണ്. മോക്ക് വില്ല ഉൾപ്പെടെയാണ് നമുക്ക് 7 എണ്ണം സെയിലായിരിക്കുന്നത് 19 എണ്ണത്തിൽ. പിന്നെ കുറച്ച് യൂണിറ്റ്സേ ഉള്ളൂ. അപ്പോൾ ഞാൻ വീണ്ടും ഒരു വ്ളോഗ് പെട്ടെന്ന് ഇടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു 31st വരെയാണ് നമുക്ക് ഈ ഒരു ഓഫർ അവർ തന്നിരിക്കുന്നത്. 31st കഴിഞ്ഞാൽ നമുക്ക് 4500 തന്നെ മാറും. കാരണം ഇത്രയും സെയിലും നമുക്ക് പെട്ടെന്ന് നടന്നു. അപ്പം അതുകൊണ്ടാണ് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വാക്ക് ത്രൂവും കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മളിതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമുക്ക് നേരെ വാക്ക് ത്രൂയിലേക്ക് പോകാം. ഇങ്ങനെയാണ് നമ്മുടെ ഒരു പ്രോജക്റ്റിൻ്റെ എൻട്രൻസ് ഇവർ കൊടുത്തിരിക്കുന്നത്. ഒത്തിരി ലഷ് ഗ്രീനറി ആ ഒരു എൻട്രൻസിൽ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇന്ത്യൻ റോഡ്സൊക്കെ ഏകദേശം 6 മീറ്റർ വൈഡ് റോഡുകളാണ്. 1 ഏക്കർ 75 സെൻറ്റിൽ 19 വില്ലകളാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഈ ഒരു പ്രോജക്റ്റിൻ്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ആ
മെയിൻ വ്ളോഗ് ഷൂട്ട് ചെയ്ത സമയത്ത് എടുത്ത ആ ഒരു വിഷ്വൽസ് തന്നെയാണ്. അപ്പോൾ ഇതിൽ നമ്മളെല്ലാം ഇങ്ങനെ പ്ലോട്ടൊക്കെ ആയിട്ട് തിരിച്ചിട്ടിരിക്കുകയാണ്. നമുക്കിപ്പം ഓൾമോസ്റ്റ് 7ഓളം ബുക്കിംഗ്സ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു വലിയൊരു കിണറുണ്ട് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് ഈ ഒരു പ്രോജക്റ്റിൻ്റെ. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു മോക്കുവിലേക്ക് വരുമ്പോൾ എന്ന് പറയുമ്പം ഇത് 6.6 സെൻസിൽ 2457 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടാണ്. ഇത് സോൾഡ് ഔട്ട് ആണ്. അപ്പം ഇതിൻ്റെ കസ്റ്റമർക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പം ഈ ഒരു വീട് തന്നെ വേണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം അങ്ങനെ ഈ ഒരു വീട് ആക്ച്വലി സെയിലായതാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ നമുക്കൊരു മനോഹരമായിട്ടുള്ളൊരു ലിവിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു സെപ്പറേഷനൊക്കെ, അതായത് ആ ഒരു ജാലി വർക്ക് എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല വില്ലകളിൽ. അതൊക്കെ നല്ല രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കളർ തീമൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പ്ലാനാണ്, പക്ഷെ വളരെ എലഗൻ്റ് ആയിട്ടാണ് ആ ഓരോ കാര്യങ്ങളും ഒരു പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇത് ഡൈനിങ്ങിൻ്റെ ആ ഒരു വാഷ് ഏരിയ ആണ് വരുന്നത്. അവിടെ നമ്മളിങ്ങനെ വരുമ്പോൾ ഇവിടെയാണ് കിച്ചൺ കൊടുത്തിരിക്കുന്നത്. കിച്ചൻ്റെ ഒക്കെ യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു കളർ കോമ്പിനേഷൻ ഭയങ്കര എലഗൻ്റ് ആണ്. നമ്മൾ ആ ഒരു വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ഇവര് മൊത്തത്തിൽ ചൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പം ആ ഒരു എലിവേഷൻ്റെ കളേഴ്സൊക്കെ ആണെങ്കിലും ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ സാധാരണ വില്ല പ്രോജക്ട്സിൽ കാണാത്ത ഒരു ടൈപ്പ് ഓഫ് കളേഴ്സാണ് അവർ കൂടുതലും ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി കിച്ചണിൽ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു വർക്ക് ഏരിയ ഉണ്ട്. ഇതും നമുക്കൊരു സെക്കൻഡ് കിച്ചൺ പോലെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പം പലരും മെയിൻ കിച്ചണേക്കാൾ കൂടുതൽ സെക്കൻഡ് കിച്ചണൊക്കെ യൂസ് ചെയ്യുന്നത് കാണാറുണ്ട്. അപ്പോൾ ഇവിടെയും നമ്മൾ അതിനുള്ള പ്രൊവിഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീട് നമ്മൾ ഫുള്ളി ഫേർണിഷ്ഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കും വേണമെങ്കിൽ ഇങ്ങനെ ഫേർണിഷ് ചെയ്ത് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തു തരാനുള്ള ഓപ്ഷൻ ബിൽഡർക്ക് ഉണ്ട് എക്സ്ട്രാ കോസ്റ്റിന്. ഈ വീടിൻ്റെ കണ്ട് പുറകിലൊക്കെ നമുക്ക് ഇത്ര സ്പേസ് വരുന്നുണ്ട്. കാരണം 6.6 സെൻസിൽ 2500 സ്ക്വയർ ഫീറ്റിന് താഴെയാണ് വരുന്നുള്ളൂ. താഴെ നമുക്ക് ഇവിടെ 2 ബെഡ്റൂംസ് ആണ് വരുന്നത്, മുകളിലും 2 ബെഡ്റൂംസ്, അങ്ങനെ മൊത്തം 4 ബെഡ്റൂമിൻ്റെ ഒരു പ്ലാനാണ് വരുന്നത്. ഇതാണ് താഴത്തെ ഒരു ബെഡ്റൂം. നമ്മൾ എല്ലാം ഫുള്ളി ലോഡഡ് ആയിട്ടാണ് ഈ ബെഡ്റൂമിലുള്ളത്. അപ്പം എന്നിട്ടും നമുക്ക് ഇത്ര സ്പേസ് ആ ബെഡ്റൂമിലുണ്ട്. അപ്പം അത്രയും സ്പേഷ്യസ് ആണ് ഓരോ ബെഡ്റൂമിൻ്റെയും പ്ലാൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ടോയ്ലറ്റ് ആണ് ഈ കാണുന്നത്. പിന്നെ ക്വാളിറ്റി ഒന്നും പറയാനില്ല. കാരണം അത്രയും ക്വാളിറ്റിയിൽ ചെയ്യുന്ന ഒരു ബിൽഡറാണ് KCC ഹോംസ്. അത് ഇവരുടെ പഴയ പ്രോജക്ട്സ് ഒക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആ ഒരു ലാൻഡ്സ്കേപ്പിങ്ങിനും അതുപോലെ ക്വാളിറ്റിക്കൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു ബിൽഡറാണ് KCC ഹോംസ്. ഇത് താഴെ തന്നെ 2ാമത്തെ ബെഡ്റൂമാണ്. ഇതിനും കണ്ട നമ്മൾ ഫുള്ളി ലോഡഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ നമുക്ക് ഇത്രയും സ്പേസ് അവിടെ വരുന്നുണ്ട്. എല്ലാ ബെഡ്റൂംസും അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത്. ഇതാണ് ആ ഒരു ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റ് എന്ന് പറയുന്നത്. എല്ലാം വളരെ ലൈറ്റ് ഷെയ്ഡ്സ് ആണ് ടോയ്ലറ്റ്സിനെല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മളൊരു 5 സ്റ്റാർ ഹോട്ടൽസിലൊക്കെ കാണുന്ന ആ ഒരു ഷെയ്ഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ താഴെ വരുന്ന കാര്യങ്ങൾ. ഇനി നമ്മൾ മുകളിലേക്ക് വരുമ്പോഴാണ് ആ ഒരു ജാലി വർക്കിൻ്റെ ഒക്കെ ആ ഒരു പ്രൈവസി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് അപ്പർ ലിവിങ് ഏരിയന്നൊക്കെ താഴെ ആരാ വന്നിരിക്കുന്നതെന്നൊക്കെ കാണാനും പറ്റും. പക്ഷേ നല്ല രസമായിട്ടാണ് ആ ഒരു ജാലി വർക്ക് അവരവിടെ ചെയ്തിരിക്കുന്നത്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു ജാലി വർക്ക്സ്. ഇതാണ് അപ്പർ ലിവിങ് ഏരിയ എന്ന് പറയുന്നത്. അപ്പർ ലിവിങ് ഏരിയനെ കണക്ട് ചെയ്തിട്ടാണ് എഗെയിൻ ഇവിടുത്തെ ബെഡ്റൂമുകളും എല്ലാം വരുന്നത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള അപ്പർ ലിവിങ് ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത്. എഗെയിൻ നമ്മൾ താഴെ കണ്ട പോലെ തന്നെയാണ് 2 ബെഡ്റൂംസും പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ ഇത് നമുക്ക് ബെഡ്റൂം നമ്പർ 3 എന്ന് പറയാം. ഇതും നമ്മൾ താഴെ കണ്ടിരിക്കുന്ന പോലെ തന്നെ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂംസ് ആണ്. എല്ലാ ബെഡ്റൂമുകളും വളരെ സ്പേഷ്യസ് ആണ്. കാരണം നമ്മൾ ഈ ഒരു ഫുള്ള് ലോഡഡ് ആയിട്ട് കാണിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു വാക്ക് ത്രൂവിലേക്ക് പോയത്. കാരണം കഴിഞ്ഞ വ്ളോഗിൽ നമ്മൾ ഇതിൻ്റെ കുറച്ച് പാർട്സ് ആയിട്ടാണ് കാണിച്ചത്. അപ്പോൾ പലർക്കും അതിൻ്റെ ഒരു പ്ലാൻ മനസ്സിലായില്ല എന്ന് പറഞ്ഞു. ഇനി ഈ ഒരു ബെഡ്റൂമിന് നമ്മളിവിടെ ഒരു വലിയൊരു ബാൽക്കണി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ നിന്നിട്ട് ആ ഒരു കമ്മ്യൂണിറ്റിയുടെ വ്യൂവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു ബാൽക്കണി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിന് മാത്രമാണ് ബാൽക്കണി വരുന്നത് കേട്ടോ. അതിൻ്റെ ടോയ്ലറ്റാണ് ഈ കാണുന്നത്. എല്ലാ ടോയ്ലറ്റിനും ഒരേ കളേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അത് ശരിക്കും നല്ലതാണ്. കാരണം പല പ്രൊജക്ട്സും നമ്മൾ പോകുമ്പോൾ പല ടോയ്ലറ്റിന് പല കളേഴ്സ്, അതിൽ നല്ലത് എപ്പോഴും ഒരേ ഒരു സ്റ്റാൻഡേർഡ് കളർ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. ആൻഡ് ഇതാണ് ബെഡ്റൂം നമ്പർ 4 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ലേഔട്ട് ഈസ് വെരി സിമ്പിൾ, വെരി യുണീക്ക്, വെരി എലഗൻ. കാരണം വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പ്ലാനാണ്, പക്ഷെ നല്ല രീതിയിൽ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിരിക്കുന്ന ഒരു പ്ലാനാണ്. നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും സ്പേസ് ഉണ്ട്. ഇപ്പം കബേർഡ്സിനാണെങ്കിലും എല്ലാ കാര്യങ്ങളും പ്ലേസ് ചെയ്തിട്ടും നമുക്ക് അത്യാവശ്യം സ്പേസ് ബെഡ്റൂംസിൽ വരുന്നുണ്ട്. നല്ല ക്രോസ് വെന്റിലേഷൻ ഓൾറെഡി ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആ ഒരു പ്ലാനിൻ്റെ ഗുണമാണ്. എഗെയിൻ ഇതാണ് നമുക്ക് ആ 4ാമത്തെ ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റ് എന്ന് പറയുന്നത്. നല്ല രീതിയിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ടോയ്ലറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് കൂടാതെ നമുക്ക് ഇവിടെ ഒരു യൂട്ടിലിറ്റി ഏരിയ വരുന്നുണ്ട്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇവിടെ വാഷിംഗ് മെഷീൻ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ട ഒരു യൂട്ടിലിറ്റി സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം അതും ശരിക്കും നല്ലൊരു ഏരിയ ആണ് വാഷിംഗ് മെഷീനൊക്കെ വെക്കാനായിട്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു
ഒരു ടെറസ് ഏരിയ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ അലക്കി ഉണക്കാനൊക്കെ ഉള്ളൊരു പ്രൊവിഷൻ വേണമെങ്കിൽ ഇവിടെ കൊടുക്കാനായിട്ട് പറ്റും. അപ്പം ഇത്രയൊക്കെയാണ് നമ്മളുടെ ഈ ഒരു വീടിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള എലഗൻ്റ് ആയിട്ടുള്ള ഒരു വീടാണിത്. ഇതാണ് മൊത്തത്തിലുള്ള ഒരു വ്യൂവും കാര്യങ്ങളും. പിന്നെ ഇത് നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ എടുക്കുമ്പോഴത്തെ ഗുണം, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്ലാൻ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. 2230 സ്ക്വയർ ഫീറ്റ് തൊട്ട് 2900 സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീടുകൾ ഇവിടെ അവൈലബിൾ ആണ്. 6 സെൻസ് മിനിമം ഉണ്ട്, 7 സെൻസ് വരെ പോവാം. കുറച്ചൊക്കെ കസ്റ്റമൈസേഷനും കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ സ്റ്റേജിൽ നമുക്ക് നടക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്തായാലും യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റിനാണ് നമുക്ക് ഈ ഒരു വില്ല ഇവിടെ കിട്ടുന്നത്. അപ്പോൾ അത് വലിയൊരു കാര്യമാണ് കോട്ടയം പോലത്തെ ഒരു പ്ലേസിൽ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്തായാലും യൂസ് ചെയ്യാൻ നോക്കുക. ഇതിൽ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.